ഇനി നമുക്ക് ടു സ്ട്രോക്ക് എഞ്ചിൻ്റെ വർക്കിംഗ് പഠിക്കാം. ഈ ടു സ്ട്രോക്ക് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഈ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്ന 2 സ്ട്രോക്ക് കൊണ്ടായിരിക്കും. പിസ്റ്റൻ്റെ 2 സ്ട്രോക്ക് കൊണ്ട് സൈക്കിൾ കംപ്ലീറ്റ് ആവും. അതിപ്പോൾ പെട്രോൾ എഞ്ചിനാണെങ്കിൽ ഓട്ടോ സൈക്കിളായിരിക്കും കംപ്ലീറ്റ് ചെയ്യുന്നത്, ഡീസൽ എഞ്ചിനാണെങ്കിൽ ഡീസൽ സൈക്കിളായിരിക്കും ഈ 2 സ്ട്രോക്ക് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ പിസ്റ്റൻ്റെ 2 സ്ട്രോക്ക് കൊണ്ട് ഈ വർക്കിംഗ് കംപ്ലീറ്റ് ആവുന്ന ഇതിനെയാണ് ടു സ്ട്രോക്ക് എഞ്ചിൻ എന്ന് പറയുന്നത്. നമുക്ക് ആദ്യം ടു സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ്റെ വർക്കിംഗ് പഠിക്കാം. ഇതിൽ ആക്ച്വലി പിസ്റ്റൺ താഴോട്ട് മുകളിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അപ്പം തന്നെ 2 സ്ട്രോക്ക് ആയി കഴിഞ്ഞു. ഈ പിസ്റ്റൺ ഈ താഴെ നിന്ന് അപ്വേർഡ് സ്ട്രോക്ക്, അതായത് താഴെ നിന്ന് മുകളിലോട്ട് മൂവ് ചെയ്യുമ്പോൾ ആക്ച്വലി 2 സ്ട്രോക്ക് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ 2 ഫംഗ്ഷൻ നടക്കുന്നുണ്ട്, സക്ഷനും കംപ്രഷനും. നമ്മൾ നേരത്തെ 4 സ്ട്രോക്ക് എഞ്ചിൻസിൽ 4 സ്ട്രോക്കിന് ഓരോ പേരാണ് കൊടുത്തത്. ഇവിടെ അത് 2 എണ്ണം വെച്ച് കമ്പൈൻ ചെയ്താണ് ഈ സ്ട്രോക്ക് വരുന്നത്. പിസ്റ്റൺ താഴെ നിന്ന് മുകളിലോട്ട് മൂവ് ചെയ്യുമ്പോൾ, അതായത് അപ്വേർഡ് സ്ട്രോക്കിൽ സക്ഷനും കംപ്രഷനും കൂടെ ഒരുമിച്ച് നടക്കും. ഈ 2 ഫംഗ്ഷനും അപ്വേർഡ് സ്ട്രോക്കിൽ നടക്കും. അത് കഴിഞ്ഞ് പിസ്റ്റൺ മുകളിൽ നിന്ന് താഴോട്ട് മൂവ് ചെയ്യുമ്പോൾ പവർ സ്ട്രോക്കും എക്സോസ്റ്റ് സ്ട്രോക്കും, ഈ പവറും എക്സോസ്റ്റും ഇത് രണ്ടും കൂടെ ഒരുമിച്ച് നടക്കും ഡൗൺ വേ സ്ട്രോക്കിൽ. അപ്പം ആകെ 2 സ്ട്രോക്കേ ഉള്ളൂ, അപ്വേർഡ് സ്ട്രോക്കും ഡൗൺ വേ സ്ട്രോക്കും. ഈ ടു സ്ട്രോക്ക് എഞ്ചിൻസിൻ്റെ വർക്കിംഗ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. ആക്ച്വലി ടു സ്ട്രോക്ക് എഞ്ചിനാണ് പണ്ട് കാലത്ത് ആദ്യം ഡെവലപ്പ് ചെയ്തെടുത്ത എഞ്ചിൻ എന്ന് പറഞ്ഞാൽ. പിന്നെ അതിനെ മോഡിഫൈ ചെയ്താണ് 4 സ്ട്രോക്ക് എഞ്ചിൻസ് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ പണ്ട് കാലത്തുള്ള വെഹിക്കിൾസ് എല്ലാം ടു സ്ട്രോക്ക് തന്നെയായിരുന്നു. പണ്ട് കാലത്ത് ഈ ഓട്ടോമൊബൈൽ, ഈ കാറും ബൈക്കും ഒക്കെ വന്നു തുടങ്ങിയ സമയത്തുള്ള എല്ലാ വണ്ടികളും, മേ ബി 1990 വരെയൊക്കെ ടു സ്ട്രോക്ക് എഞ്ചിൻസ് തന്നെയായിരുന്നു ഇവിടെ ഇറങ്ങുന്ന എല്ലാ വണ്ടികളും. അപ്പം അത് കഴിഞ്ഞിട്ട് ഈ പൊല്യൂഷനൊക്കെ കാരണമാണ് ഈ ടു സ്ട്രോക്ക് എഞ്ചിൻസ് ഇന്ത്യയിൽ തന്നെ ബാൻ ചെയ്തത്. ഇന്ത്യയിൽ മാത്രമല്ല മറ്റ് പല കൺട്രീസിലും ടു സ്ട്രോക്ക് എഞ്ചിൻസ് ബാൻ ചെയ്തു. അതിൻ്റെ മെയിനായിട്ടുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ പൊല്യൂഷൻ കൂടുതലായിരുന്നു ടു സ്ട്രോക്ക് എഞ്ചിനാണെങ്കിൽ. അതിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. 4 സ്ട്രോക്ക് എഞ്ചിൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ടു സ്ട്രോക്ക് എഞ്ചിൻസിന് ലിമിറ്റേഷൻസിനെക്കാളും കൂടുതൽ അഡ്വാൻറ്റേജസ് ആയിരുന്നു. പക്ഷേ അത്രത്തോളം അഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിൽ പോലും ഒരൊറ്റ ലിമിറ്റേഷൻ കാരണം ടു സ്ട്രോക്ക് എഞ്ചിൻസിനെ ഗവൺമെൻറ് ബാൻ ചെയ്യേണ്ടി വന്നു. കാരണം ആ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ പൊല്യൂഷൻ തന്നെയായിരുന്നു. 4 സ്ട്രോക്ക് എഞ്ചിൻസിനെക്കാളും ഒരുപാട് പൊല്യൂഷൻ കൂടുതലായിരുന്നു ടു സ്ട്രോക്ക് എഞ്ചിൻസിന്. ആ ഒരു കാരണം കൊണ്ട് എന്തൊക്കെ അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് പറഞ്ഞാലും ആ എഞ്ചിൻസിൻ്റെ സ്റ്റോപ്പ് ചെയ്തു, അതിൻ്റെ പ്രൊഡക്ഷനും സ്റ്റോപ്പ് ചെയ്ത് വിൽപ്പനയും നിർത്തി, അത് കംപ്ലീറ്റ്ലി ബാൻ ചെയ്തു. ഇപ്പം ടു സ്ട്രോക്ക് എഞ്ചിൻസ് സാധാരണ ഈ ബോട്ടിലൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ബോട്ടിലൊക്കെ ഉപയോഗിക്കുന്ന എഞ്ചിൻസൊക്കെ ഉണ്ടല്ലോ, ഈ യമഹെയർ എഞ്ചിനൊക്കെ, അതൊക്കെ കെറോസിനിലാണ് വർക്ക് ചെയ്യുന്നത്, മണ്ണെണ്ണയിലാണ് വർക്ക് ചെയ്യുന്നത്. ആ എഞ്ചിൻസ് എല്ലാം ടു സ്ട്രോക്ക് എഞ്ചിൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അതൊന്നും 4 സ്ട്രോക്ക് ആയിട്ടില്ല. വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എഞ്ചിൻസ് മാത്രമേ 4 സ്ട്രോക്ക് ആയിട്ടുള്ളൂ. അല്ലാതെ ഇപ്പോഴും ഈ കടപ്പുറത്തൊക്കെ ആൾക്കാർ ഉപയോഗിക്കുന്ന യമഹെയർ എഞ്ചിനൊക്കെ ഇപ്പോഴും ടു സ്ട്രോക്ക് തന്നെയാണ്, മണ്ണെണ്ണ ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യുന്നത്. അതല്ലാതെ ടു സ്ട്രോക്ക് എഞ്ചിൻസ് നമ്മളിവിടെ നാട്ടിൽ അങ്ങനെ ഉപയോഗിക്കാറില്ല. പ്രത്യേകിച്ച് ഓട്ടോമൊബൈലിലും ബാൻഡാണ്, ഉപയോഗിക്കാനേ പാടില്ല. അത് മാനുഫാക്ചർ ചെയ്ത് ഇന്ത്യയിൽ ഉണ്ടാക്കാനേ പാടില്ല. ചില കമ്പനീസ് എപ്പോഴും ടു സ്ട്രോക്ക് എഞ്ചിൻസ് ഉള്ള ബൈക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ അതെല്ലാം എക്സ്പോർട്ട് ചെയ്യുകയാണ്. ആഫ്രിക്കൻ കൺട്രീസിലൊക്കെ എക്സ്പോർട്ട് ചെയ്യുകയാണ്. കാരണം അവിടെയൊന്നും ബാൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് എക്സ്പോർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. അല്ലാതെ ഇന്ത്യയിൽ അത് വിൽക്കാനും പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു പൊല്യൂഷൻ കാരണമാണ് ഇന്ത്യയിൽ ബാൻ ചെയ്തത്. അപ്പോൾ അതായത് ഇതൊരു ഒബ്സല്യൂട്ടായ ടെക്നോളജി ആണെന്ന് പറയാം. അപ്പോൾ അതാണ് ടു സ്ട്രോക്ക് എഞ്ചിൻ എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ആദ്യം ഡെവലപ്പ് ചെയ്ത ടു സ്ട്രോക്ക് എഞ്ചിൻസ് ആയിരുന്നു. അപ്പോൾ ആ എഞ്ചിൻ്റെ കൺസ്ട്രക്ഷൻ തന്നെ ഡിഫറെൻ്റ് ആണ് 4 സ്ട്രോക്ക് എഞ്ചിൻസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഒരുപാട് മാറ്റങ്ങളുണ്ട് ടു സ്ട്രോക്ക് എഞ്ചിൻസിൻ്റെ കൺസ്ട്രക്ഷനിൽ. ഈ ഫിഗർ കാണുന്ന പോലെ തന്നെ ഇതിനെ ഇൻലെറ്റ് പോർട്ട് എന്ന് പറയും, ഇത് എക്സോസ്റ്റ് പോർട്ട് എന്ന് പറയും. ഇൻലെറ്റ് പോർട്ട് എന്ന് പറയുന്നത് എയർ ഫ്യൂൽ മിക്സ്ചർ, പെട്രോൾ എഞ്ചിൻസിൻ്റെ കേസാണെങ്കിൽ എയർ ഫ്യൂൽ മിക്സ്ചർ ഇതിൻ്റെ അകത്തോട്ട്, ഈ പോർഷൻ്റെ അകത്തോട്ട് കയറുന്നത് ഈ ഒരു ഇൻലെറ്റ് പോർട്ട് വഴിയാണ്. ഈ പോർഷനെ സാധാരണ ക്രാങ്ക് കേസ് എന്നാണ് പറയുന്നത്. ഇത് ക്രാങ്ക് കേസ്, ഈ ഏരിയയെ ക്രാങ്ക് കേസ് എന്നും പറയും. കാരണം ഇവിടെ ഒരു ക്രാങ്ക് വരുന്ന ആ പോർഷൻ ആയതുകൊണ്ട് ഈ ഏരിയയെ ക്രാങ്ക് കേസ് എന്ന് പറയും. ഈ ഏരിയ സിലിണ്ടർ പോർഷൻ അല്ലെങ്കിൽ സിലിണ്ടർ എന്നും പറയും. അപ്പോൾ ഈ ഇൻലെറ്റ് ഇൻലെറ്റ് പോർട്ട് വഴി എയർ ഫ്യൂൽ മിക്സ്ചർ അകത്തോട്ട്, ഈ ക്രാങ്ക് കേസിൻ്റെ അകത്തോട്ട് കയറുന്ന ഈ ഒരു ഇൻലെറ്റ് പോർട്ട് വഴിയാണ്. ഇത് എക്സോസ്റ്റ് പോർട്ട് എന്തിനാണെന്ന് അറിയാം. മറ്റേ ബേൺഡ് ഗ്യാസസ്, എക്സോസ്റ്റ് ഗ്യാസസ് എല്ലാം പുറത്തോട്ട് പോവേണ്ടത്, ഈ പവർ സ്ട്രോക്ക് കഴിഞ്ഞിട്ട് ബേൺഡ് ഗ്യാസസ് എല്ലാം പുറത്തോട്ട് പോവേണ്ടത് ഈ ഒരു എക്സോസ്റ്റ് പോർട്ട് വഴിയാണ്. ഇതെന്ന് പറയും, ഇതിൽ മൂന്നാമതൊരു പോർട്ടും കൂടെയുണ്ട്, ട്രാൻസ്ഫർ പോർട്ട്. ഈ ട്രാൻസ്ഫർ പോർട്ടാണ് ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത്. ഈ ട്രാൻസ്ഫർ പോർട്ട് എന്ന് പറഞ്ഞാൽ ഈ എഞ്ചിൻ്റെ ഈ ക്രാങ്ക് കേസും ഈ ഏരിയയും മുകളിലത്തെ ഈ സിലിണ്ടർ ഏരിയയും ഈ രണ്ടും തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഈ ഒരു ട്രാൻസ്ഫർ പോർട്ട് വഴിയാണ്. അത് തമ്മിൽ കണക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ പോർട്ടിനെ ട്രാൻസ്ഫർ പോർട്ട് എന്നാണ് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനിവിടെ ഇൻലെറ്റ് പോർട്ട്, എക്സോസ്റ്റ് പോർട്ട്, ട്രാൻസ്ഫർ പോർട്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. ഈ പോർട്ട് എന്ന വേർഡാണ് ഉപയോഗിച്ചത്, വാൾവ് എന്ന വേർഡല്ല ഉപയോഗിച്ചത്. ഈ വാൾവ് എല്ലാം യൂസ് ചെയ്യുന്ന 4 സ്ട്രോക്ക് എഞ്ചിൻസിലാണ് ഇൻലെറ്റ് വാൾവ്, ഔട്ട്ലെറ്റ് വാൾവ് എല്ലാം ഉപയോഗിക്കുന്നത്. ഇവിടെ ഞാൻ ഔട്ട്ലെറ്റ് വാൾവ് അല്ലെങ്കിൽ എക്സോസ്റ്റ് വാൾവ് രണ്ടും തന്നെ.
അപ്പോൾ ഇവിടെ 2 സ്ട്രോക്ക് എഞ്ചിൻസിൻ്റെ കേസ് വരുമ്പോൾ ഞാൻ അതിനെ ഇൻലെറ്റ് പോർട്ടെന്നും എക്സോസ്റ്റ് പോർട്ടെന്നും ഒക്കെയാണ് പറയുന്നത്. ഈ പോർട്ടും വാൾവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെ പോർട്ടെന്ന് വിളിക്കാൻ കാരണം ഇതിന് ഈ അടയ്ക്കുന്ന ആ ഒരു അടപ്പ് അത് ക്ലോസ് ചെയ്യാനുള്ള ലിഡൊന്നും ഇതിനില്ല. ആ ലിഡ് ഉള്ളത് തന്നെയാണ് സാധാരണ വാൾവ് എന്ന് പറയുന്നത്. ഇവിടെ അങ്ങനെ ലിഡ് ക്ലോസ് ചെയ്യാനായിട്ട് ലിഡോ ബാക്കി അടപ്പോ ഒന്നുമില്ല. ഇത് ആക്ച്വലി ഈ പോർട്ടെല്ലാം ക്ലോസ് ചെയ്യുന്നതും ഓപ്പൺ ചെയ്യുന്നതെല്ലാം ഈ പിസ്റ്റൻ്റെ മൂവ്മെൻറ്റ് ഉപയോഗിച്ചാണ്. ഈ പിസ്റ്റണാണ് ഈ പോർട്ടിനെ കവർ ചെയ്ത് പിടിക്കുന്നതും അൺകവർ ചെയ്യുന്നതെല്ലാം. ഈ പിസ്റ്റൻ്റെ മൂവ്മെൻറ്റ് വൈസ് ചെയ്താണ് ഈ പോർട്ടെല്ലാം ഓപ്പൺ ആവുകയും ക്ലോസ് ആവുകയും ചെയ്യുന്നത്. ഇവിടെ ഇപ്പം പോർട്ട് ഓപ്പൺ ആണ്, കാരണം പിസ്റ്റൺ ഇതുവരെയുള്ളൂ. ഈ പോർഷൻ പിസ്റ്റൺ മറച്ചിട്ടില്ല, അതുകൊണ്ട് ഈ ഇൻലെറ്റ് പോർട്ട് ഓപ്പൺ ആണെന്ന് പറയാം ഈ ഫിഗറിൽ. അതേസമയം ഈ എക്സോസ്റ്റ് പോർട്ടും ട്രാൻസ്ഫർ പോർട്ടിൻ്റെ ഈ പോർഷനും ഓപ്പൺ ആണ്, ക്ലോസ്ഡ് ആണ്, കാരണം ഈ പിസ്റ്റൺ ഉപയോഗിച്ച് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഫിഗർ നോക്കുകയാണെങ്കിൽ എല്ലാ പോർട്ടും ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ഇൻലെറ്റ് പോർട്ട്, എക്സോസ്റ്റ് പോർട്ട്, ട്രാൻസ്ഫർ പോർട്ട്, ഈ എല്ലാ പോർട്ടും ക്ലോസ്ഡ് ആണ്. ഈ പിസ്റ്റൻ്റെ മൂവ്മെൻറ്റ് ആണ് ക്ലോസ്ഡ് ആണ്. അതേസമയം ഈ ഫിഗർ നോക്കുകയാണെങ്കിൽ ഈ ഇൻലെറ്റ് പോർട്ട് എന്നുള്ളത് ക്ലോസ്ഡ് ആണ്. അതേസമയം ഈ എക്സോസ്റ്റ് പോർട്ടും ഈ ട്രാൻസ്ഫർ പോർട്ടും ഓപ്പൺ ആണ് എന്ന് പറയാം, കാരണം അതൊന്നും ഓവർലാപ്പ് ചെയ്തിട്ടില്ല, പിസ്റ്റൺ വെച്ച് ഓവർലാപ്പ് ചെയ്തിട്ടില്ല. അപ്പം പിസ്റ്റൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ചാണ്, പിസ്റ്റൺ ഉപയോഗിച്ചാണ് ഈ പോർട്ടിനെ ഈ ഓപ്പണിങ്ങിനെ ക്ലോസ് ചെയ്യുകയും ഓപ്പൺ ചെയ്യുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനെ പോർട്ട് എന്ന വേർഡാണ് ഉപയോഗിക്കുന്നത്. പോർട്ട് എന്നാണ് പറയുന്നത്, വാൾവല്ല. അപ്പോൾ 2 സ്ട്രോക്ക് എഞ്ചിൻസിൽ പോർട്ടാണ് ഉപയോഗിക്കുന്നത്, വാൾവ് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് പഠിക്കാം. അപ്പോൾ ആദ്യത്തെ സ്ട്രോക്ക് 2 സ്ട്രോക്ക് കൊണ്ട് എഞ്ചിൻ്റെ വർക്കിംഗ് തീരുമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം നമുക്ക് അപ്വേർഡ് സ്ട്രോക്ക് പറയാം. അപ്വേർഡ് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ പിസ്റ്റൺ താഴെയിൽ നിന്ന് മുകളിലോട്ട് മൂവ് ചെയ്യണം. അതായത് ബോട്ടം ഡെഡ് സെൻറ്ററിൽ നിന്ന് ടോപ്പ് ഡെഡ് സെൻറ്ററിലോട്ട് ഈ പിസ്റ്റൺ മൂവ് ചെയ്യണം. അപ്പോൾ ഈ മൂവ് ചെയ്യുന്ന സമയത്ത് 2 ഫങ്ഷൻസ് നടക്കും, സക്ഷൻ സ്ട്രോക്കും കംപ്രഷൻ സ്ട്രോക്കും. ഈ സക്ഷനും കംപ്രഷനും പിസ്റ്റൺ താഴെ നിന്ന് മുകളിലോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് നടക്കുന്നുണ്ട്. സംഭവം എന്തെന്ന് വെച്ചാൽ ഈ പിസ്റ്റൺ താഴെ നിന്ന് മുകളിലോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഈ 2 പോർട്ടും ക്ലോസ് ആയിരിക്കും. കാരണം ഇവിടെ ഫിഗറിൽ നിന്ന് തന്നെ മനസ്സിലാവും ഈ 2 ഈ പോർട്ടും ക്ലോസ് ആയിരിക്കും. പക്ഷേ അതേസമയം ഈ പോർട്ട് ഓപ്പണായി വരികയാണ്. ഈ പിസ്റ്റൺ മുകളിലോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഈ പോർട്ട് ഓപ്പണായി വരികയാണ്. അങ്ങനെ ഇവിടെ ഈ പിസ്റ്റൺ താഴെ നിന്ന് മുകളിലോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഈ ഏരിയയിൽ ഒരു സക്ഷൻ ക്രിയേറ്റ് ആവും. ഈ ഏരിയയിൽ സക്ഷൻ ക്രിയേറ്റ് ആവുന്നതിൻ്റെ കൂടെ തന്നെ ഈ പോർട്ട് അങ്ങ് ഓപ്പൺ ആവുന്നതുകൊണ്ട് ഈ ഇൻലെറ്റ് പോർട്ട് വഴി എയർ ഫ്യൂൽ മിക്സ്ചർ ഇതിൻ്റെ അകത്തോട്ട് കയറുന്നു. ഈ പോർഷനെ ക്രാങ്ക് കേസ് എന്ന് പറഞ്ഞാൽ, ക്രാങ്ക് കേസ് ഇവിടെ 2 എന്നിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, ക്രാങ്ക് കേസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ക്രാങ്ക് കേസിൻ്റെ അകത്തോട്ട് എയർ ഫ്യൂൽ മിക്സ്ചർ ഈ ഇൻലെറ്റ് പോർട്ട് വഴി അകത്തോട്ട് കയറുന്നു. അപ്പോൾ അതേസമയം അപ്പോൾ പിസ്റ്റൺ മുകളിലോട്ട് മൂവ് ചെയ്യുകയാണ്. അപ്പോൾ ഈ പിസ്റ്റൺ മുകളിലോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ സക്ഷൻ ഉണ്ടാകുന്നു. അത് കാരണം ഈ എയർ ഫ്യൂൽ മിക്സ്ചർ ഇതിൻ്റെ അകത്ത് ക്രാങ്ക് കേസിൻ്റെ അകത്തോട്ട് കയറുന്നു. അറ്റ് ദ സെയിം ടൈം ഈ പിസ്റ്റൺ മുകളിലോട്ട് മൂവ് ചെയ്യുന്നത് കാരണം ഇവിടെ നേരത്തെ സ്ട്രോക്കിൽ എത്തിച്ചേർന്ന് നേരത്തെ സ്ട്രോക്കിൽ ഇവിടെ ഉണ്ടായിരുന്ന കുറച്ച് എയർ ഫ്യൂൽ മിക്സ്ചർ ഇവിടെ കാണും. അതിനെ കയറിയെങ്കിൽ കംപ്രസ്ഡ് ആവുകയാണ്. അപ്പോൾ നേരത്തെ സ്ട്രോക്കിൽ ഉണ്ടായിരുന്ന എയർ ഫ്യൂൽ മിക്സ്ചർ ഇവിടെ കയറിയെങ്കിൽ കംപ്രസ്ഡ് ആവും. കാരണം ഇവിടെ ഈ ഏരിയയിൽ നിന്ന് എയർ ഫ്യൂൽ മിക്സ്ചറിന് പുറത്തോട്ട് പോകാനായിട്ട് ഓപ്പണിംഗ് ഒന്നുമില്ല, കാരണം ഈ പോർട്ടും എല്ലാം ക്ലോസ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ പിസ്റ്റൺ മുകളിലോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഈ ഏരിയയിലുള്ള എയർ ഫ്യൂൽ മിക്സ്ചർ കയറിയെങ്കിൽ കംപ്രസ് ആവും. കംപ്രസ് ആവുമെന്ന് പറഞ്ഞാൽ വളരെ ഹൈ പ്രഷറിലോട്ടായിരിക്കും കംപ്രസ് ആവും. നമ്മളെ 4 സ്ട്രോക്ക് എഞ്ചിനിലെ പോലെ തന്നെ വളരെ സാധാരണയുള്ള ഹൈ പ്രഷറിലോട്ടാകും കംപ്രസ് ആവും. കംപ്രസ്സായി പിസ്റ്റൺ അങ്ങ് മുകളിലത്തെ എൻഡിൽ എത്തുന്നതിന് തൊട്ട് മുന്നേ ഈ സ്പാർക്ക് പ്ലഗ് ഉപയോഗിച്ച് സ്പാർക്ക് കൊടുക്കും. അപ്പോൾ സ്പാർക്ക് കൊടുക്കുമ്പോഴേക്കും എയർ ഫ്യൂൽ മിക്സ്ചറാണ്, അതിൽ പെട്രോളിൻ്റെ കണ്ടൻറ്റ് കാണും. അപ്പോൾ സ്പാർക്ക് കൊടുക്കുമ്പോഴേക്കും ഇത് പെട്ടെന്ന് അങ്ങ് കത്തിപ്പിടിക്കുകയും പെട്ടെന്ന് അങ്ങ് ബേൺ ആവുകയും ഇവിടെ ഒരു കമ്പസ്റ്റി നടക്കുകയും ചെയ്യും. കമ്പസ്റ്റി നടക്കുമ്പോഴേക്കും പെട്ടെന്ന് ഒരു എക്സ്പ്ലോഷൻ പോലെ തന്നെ, ചെറിയൊരു എക്സ്പ്ലോഷൻ പോലെ തന്നെ പെട്ടെന്ന് കത്തിപ്പിടിക്കുകയും ലോട്ട് ഓഫ് ഹീറ്റ് എനർജി ലിബറേറ്റ് ആവുകയും അതുപോലെ തന്നെ ലോട്ട് ഓഫ് ബേൺഡ് ഗ്യാസസ് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അത് കാരണം അവിടെ വളരെ ഹൈ പ്രഷർ ഫോം ആവും. നേരത്തെ ഉണ്ടായതിനേക്കാളും വളരെ ഹൈ പ്രഷർ ഫോം ആവുകയും അത് ആ പിസ്റ്റൺ ഒരു വളരെ ഹൈ പ്രഷർ ഫോം ആവുന്നതുകൊണ്ട് പിസ്റ്റൺ മുകളിൽ നിന്ന് താഴോട്ട് പുഷ് ചെയ്യും. അപ്പോൾ താഴോട്ട് പുഷ് ചെയ്യുമ്പോഴായിരിക്കും പിസ്റ്റൺ മുകളിൽ നിന്ന് താഴോട്ട് മൂവ് ആവുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ പിസ്റ്റൺ താഴെ നിന്ന് മുകളിലോട്ട് മൂവ് ആയ സമയത്ത് ഇവിടെ സക്ഷനും നടക്കുന്നുണ്ട്, ഇവിടെ കംപ്രഷനും നടക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷമാണ് ഇവിടെ ഈ സ്പാർക്ക് പ്ലഗ് ഉപയോഗിച്ച് സ്പാർക്ക് കൊടുക്കുന്നത്, ഇവിടെ കമ്പസ്റ്റിൻ നടക്കുന്നതും. ആ പിസ്റ്റൺ കമ്പസ്റ്റിൻ നടക്കുമ്പോൾ ഒരുപാട് ബേൺഡ് ഗ്യാസസ് ഉണ്ടാവുകയും വളരെ ഹൈ പ്രഷർ ഫോം ചെയ്യുകയും ആ പിസ്റ്റൺ മുകളിൽ നിന്ന് താഴോട്ട് പുഷ് ചെയ്യുന്നത്. അങ്ങനെ താഴോട്ട് പുഷ് ചെയ്യുന്ന സമയത്ത് ഈ പിസ്റ്റൺ മുകളിൽ നിന്ന് താഴോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് 2 കാര്യങ്ങൾ നടക്കുമെന്ന് പറഞ്ഞു, പവർ സ്ട്രോക്കും എക്സോസ്റ്റ് സ്ട്രോക്കും. അതാണ് ഞാനിവിടെ പറഞ്ഞത്. പവർ സ്ട്രോക്ക് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തു, ഈ സ്പാർക്ക് കൊടുക്കുകയും കമ്പസ്റ്റിൻ നടക്കുകയും പിസ്റ്റൺ മുകളിൽ നിന്ന് താഴോട്ട് മൂവ് ചെയ്യും. അപ്പോൾ അതാണ് പവർ സ്ട്രോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ താഴോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് പവർ സ്ട്രോക്ക് നടക്കും. അതേസമയം തന്നെ ഇതിൻ്റെ അകത്തുള്ള
ഈ പിസ്റ്റൺ താഴോട്ട് മൂവ് ചെയ്യുകയാണ്. അപ്പോൾ താഴോട്ട് മൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഈ ക്രാങ്ക് കേസിൻ്റെ അകത്ത് എയർ ഫ്യൂവൽ മിക്സ്ചർ ഇതിൻ്റെ അകത്തുണ്ടായിരിക്കും. നേരത്തെ ഈ വഴി ഇതിൻ്റെ അകത്തോട്ട് കയറി എയർ ഫ്യൂവൽ മിക്സ്ചർ ഇതിൻ്റെ അകത്ത് നിൽക്കുകയാണ്. അപ്പോൾ പിസ്റ്റൺ താഴോട്ട് മൂവ് ചെയ്യുന്നത് കാരണം ഇതിൻ്റെ അകത്ത് ചെറുതായിട്ടൊന്ന് പ്രഷർ കൂടും. ആ പ്രഷർ കൂടുന്നതനുസരിച്ച് ഈ എയർ ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ടല്ലോ, ഈ ട്രാൻസ്ഫർ പോർട്ടിൽ ഈ ഒരു ഓപ്പണിംഗ് ഉണ്ട്, ഇതുവഴി ഇപ്പുറത്തെ എൻഡിലോട്ട് ഈ പോർഷനിലോട്ട് എത്തും. അപ്പോൾ പിസ്റ്റൺ മുകളിൽ നിന്ന് താഴോട്ട്, ഈ പവർ സ്ട്രോക്ക് എന്ന് പറഞ്ഞ് ഈ പിസ്റ്റനെ താഴോട്ട് പുഷ് ചെയ്യും. താഴോട്ട് പുഷ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അകത്തുള്ള താഴോട്ട് മൂവ് ചെയ്യുന്ന കാരണം ഇവിടെയുള്ള എയർ ഫ്യൂവൽ മിക്സ്ചർ ഈ ട്രാൻസ്ഫർ പോർട്ട് വഴി ഈ ഏരിയയിലോട്ട് എത്തും. അതേസമയം തന്നെ ഈ പിസ്റ്റൺ താഴോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഈ ഔട്ട്ലെറ്റ് ഔട്ട്ലെറ്റ് പോർട്ട് അൺകവർ ആവുകയും ഇവിടെയുള്ള എക്സോസ്റ്റ് ഗ്യാസസ്, ബേൺഡ് ഗ്യാസസ് ഈ ഔട്ട്ലെറ്റ് പോർട്ട് വഴി അങ്ങ് പുറത്തോട്ട് പോവുകയും ചെയ്യും. അതായത് പിസ്റ്റൺ മുകളിൽ നിന്ന് താഴോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഈ ഔട്ട്ലെറ്റ് പോർട്ട് ഓപ്പൺ ആവുകയും ഈ എക്സോസ്റ്റ് ഗ്യാസസ് ഇതുവഴി പുറത്തോട്ട് പോവുകയും ചെയ്യും. അറ്റ് ദ സെയിം ടൈം ഈ പിസ്റ്റൺ താഴോട്ട് മൂവ് ചെയ്യുന്നത് കാരണം ഇവിടെയുള്ള എയർ ഫ്യൂവൽ മിക്സ്ചർ ഇതുവഴി കയറി ട്രാൻസ്ഫർ പോർട്ട് വഴി കയറി ഈ ഏരിയയിലോട്ട് എത്തുകയും ചെയ്യും. ഇവിടെ ഒരു പറ്റുന്ന പ്രോബ്ലം എന്തെന്ന് പറഞ്ഞാൽ ഒരേ സമയം തന്നെ ഈ ഔട്ട്ലെറ്റ് പോർട്ടും ഈ ട്രാൻസ്ഫർ പോർട്ടും അൺകവറായി നിൽക്കുകയാണ്, അതായത് ഓപ്പണായി നിൽക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഈ ബേൺഡ് ഗ്യാസസ് ഈ ഔട്ട്ലെറ്റ് പോർട്ട് വഴി പുറത്തോട്ട് പോവുകയും ചെയ്യും. അതേസമയം തന്നെ ഈ ട്രാൻസ്ഫർ പോർട്ട് വഴി ഇതിൻ്റെ അകത്തോട്ട് എത്തുന്ന ഫ്രഷ് ആയിട്ടുള്ള എയർ ഫ്യൂവൽ മിക്സ്ചറും കൂടെ കുറച്ച് ഭാഗം ഇതുവഴി പുറത്തോട്ട് പോവുകയും ചെയ്യും. കാരണം അത് സത്യം പറഞ്ഞാൽ കമ്പഷനൊന്നും നടന്നില്ല, അല്ലാതെ ഈ ട്രാൻസ്ഫർ പോർട്ട് വഴി ഇതിൻ്റെ അകത്തോട്ട് എത്തിച്ചേരുന്ന എയർ ഫ്യൂവൽ മിക്സ്ചർ തന്നെ കുറച്ച് ഭാഗം ഇതുവഴി അപ്പം തന്നെ പുറത്തോട്ട് അങ്ങ് പോയെന്നും ഇരിക്കും. അപ്പോൾ അത് കാരണമാണ് സത്യം പറഞ്ഞാൽ ഇതിന് പൊല്യൂഷൻ കൂടുന്നത്. കാരണം അതായത് അൺബേൺഡ് ആയിട്ടുള്ള എയർ ഫ്യൂവൽ മിക്സ്ചറും കൂടെ ഈ ഓപ്പണിംഗ് വഴി അങ്ങ് പുറത്തോട്ട് പോകും പിസ്റ്റൺ താഴോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അൺബേൺഡ് അല്ലെങ്കിൽ അതിന് പകുതി ബേൺഡ് ആയത് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടുത്തെ ചൂട് കാരണം, ഈ എക്സോസ്റ്റ് ഗ്യാസിൻ്റെ ചൂട് കാരണം മേ ബി അത് കുറച്ചൊന്ന് ബേൺ ആയെന്നും ഇരിക്കും. പക്ഷേ അപ്പോഴും അൺബേൺഡ് ആയിട്ടുള്ള എയർ ഫ്യൂവൽ മിക്സ്ചർ ഇതുവഴി പുറത്തോട്ട് പോകുന്നതുകൊണ്ട് ഇതാണ് ആക്ച്വലി പൊല്യൂഷൻ ഉണ്ടാക്കുന്നത്. അപ്പം ഡീസൽ എഞ്ചിൻ്റെ വർക്കിംഗ് കാരണം ആൾറെഡി അത് പൊല്യൂഷനുള്ള കണ്ടൻസ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഈ കമ്പസിനാവാത്ത ഫ്രഷ് ആയിട്ടുള്ള എയർ ഫ്യൂവൽ മിക്സ്ചറും കൂടെ ഇത് കാരണം പുറത്തോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഈ പൊല്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. അതിപ്പം പെട്രോൾ എഞ്ചിനായിരുന്നാലും ഡീസൽ എഞ്ചിനായിരുന്നാലും രണ്ട് കേസിലായിരുന്നാലും ഈ അൺബേൺഡ് ആയിട്ടുള്ള എയർ ഫ്യൂവൽ മിക്സ്ചറും കൂടെ ഇതുവഴി പുറത്തോട്ട് പോകും. അപ്പോൾ അത് കാരണം അതോടെ പൊല്യൂഷൻ ഉണ്ടാക്കുകയും ചെയ്യും. അതുകൂടാതെ തന്നെ മൈലേജ് കുറയാനും ഇത് കാരണം കാരണം ബേൺ ചെയ്യാത്ത എയർ ഫ്യൂവൽ മിക്സ്ചർ പുറത്തോട്ട് പോവുകയാണ്. അപ്പോൾ അത് കാരണം മൈലേജ് കുറയുകയും ചെയ്യും, എഫിഷ്യൻസി കുറയുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസ് ഈ 2 സ്ട്രോക്ക് എഞ്ചിൻസിനുണ്ട്. അതിപ്പം പെട്രോൾ എഞ്ചിനായിരുന്നാലും ഡീസൽ എഞ്ചിനായിരുന്നാലും ഡീസൽ എഞ്ചിൻസിൽ പൊല്യൂഷൻ കുറച്ചും കൂടെ കൂടുമെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതാണ് 2 സ്ട്രോക്ക് എഞ്ചിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്, 2 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ്റെ വർക്കിംഗ്. അപ്പം അപ്വേർഡ് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ സക്ഷൻ സ്ട്രോക്കും കംപ്രഷൻ സ്ട്രോക്കും ഇത് രണ്ടും കൂടെ ഒരുമിച്ചായിരിക്കും പിസ്റ്റൻ്റെ അപ്വേർഡ് സ്ട്രോക്ക് നടക്കുന്നത്. അപ്പോൾ പിസ്റ്റൻ താഴെ നിന്ന് മുകളിലോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഈ ഇൻലെറ്റ് പോർട്ട് ഓപ്പൺ ആവുകയും ഇതുവഴി ഫ്രഷ് ആയിട്ടുള്ള എയർ ഫ്യൂവൽ മിക്സ്ചർ ഇതിൻ്റെ അകത്തോട്ട് കയറുകയും ചെയ്യും. അറ്റ് ദ സെയിം ടൈം നേരത്തെ സ്ട്രോക്കിലുണ്ടായിരുന്ന എയർ ഫ്യൂവൽ മിക്സ്ചർ, നമ്മളിവിടെ എയർ ഫ്യൂവൽ മിക്സ്ചർ ഇത് ട്രാൻസ്ഫർ പോർട്ട് വഴി ഇതിൻ്റെ അകത്ത് എത്തുമെന്ന് പറഞ്ഞു, ആ എത്തിച്ചേർന്ന എയർ ഫ്യൂവൽ മിക്സ്ചറിനെ അതങ്ങ് കയറി കംപ്രസ് ചെയ്യുകയും ചെയ്യും. അതാണ് അപ്വേർഡ് സ്ട്രോക്കിൽ നടക്കുന്നത്. ആ കംപ്രഷൻ, ഈ പിസ്റ്റൻ മുകളിലോട്ട് എത്തുന്നതിൻ്റെ ആ കംപ്രഷൻ സ്ട്രോക്കിൻ്റെ അവസാനം ഈ സ്പാർക്ക് പ്ലഗ് ഉപയോഗിച്ച് സ്പാർക്ക് കൊടുക്കുകയും അതുവഴി പെട്ടെന്ന് കംപ്രഷൻ നടക്കുകയും ലോട്ട് ഓഫ് ബേൺഡ് ഗ്യാസസ് പ്രൊഡ്യൂസ് ആവുകയും ചെയ്യും. അത് കാരണം പിസ്റ്റനെ താഴോട്ട് പുഷ് ചെയ്യും. അങ്ങനെ താഴോട്ട് പുഷ് ചെയ്ത് പിസ്റ്റൻ താഴോട്ട് വരുമ്പോൾ തന്നെ ഈ എക്സോസ്റ്റ് പോർട്ട് ഓപ്പൺ ആവുകയും ഇതിൻ്റെ അകത്തുള്ള ബേൺഡ് ഗ്യാസസ് ഇതുവഴി പുറത്തോട്ട് പോവുകയും ചെയ്യും. അറ്റ് ദ സെയിം ടൈം ഇതിൻ്റെ അകത്തുള്ള ഫ്രഷ് ആയിട്ടുള്ള എയർ ഫ്യൂവൽ മിക്സ്ചർ ഈ ട്രാൻസ്ഫർ പോർട്ട് വഴി ഈ ഏരിയയിലോട്ട് എത്തിച്ചേരുകയും ചെയ്യും. അങ്ങനെ എത്തിച്ചേരുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് അൺബേൺഡ് ആയിട്ടുള്ള എയർ ഫ്യൂവൽ മിക്സ്ചർ ഈ എക്സോസ്റ്റ് പോർട്ട് വഴി വീണ്ടും പുറത്തോട്ട് പോയിക്കൊണ്ട് കുറച്ച് പുറത്തോട്ട് പോയെന്നും ഇരിക്കും. അപ്പോൾ അത് കാരണം പൊല്യൂഷൻ കൂടുതലായിരിക്കും, മൈലേജ് കുറയും, എഞ്ചിൻ്റെ എഫിഷ്യൻസിയും കുറയും. അപ്പോൾ ഇതാണ് 2 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇതേ വർക്കിംഗ് തന്നെയാണ് 2 സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻസിൻ്റെ വർക്കിങ്ങും. അതിൻ്റെ ഡിഫറൻസ് 2 സ്ട്രോക്ക് ഡീസൽ എഞ്ചിനകത്ത് എന്തൊക്കെ ഡിഫറൻസ് ഉണ്ട് എന്ന് ആൾറെഡി അറിയാം. ഒന്ന്, ഇവിടെ സ്പാർക്ക് പ്ലഗ് ആയിരിക്കത്തില്ല, പകരം ഫ്യൂവൽ ഇഞ്ചക്ടർ ആയിരിക്കും. ഇതിൻ്റെ അകത്തോട്ട് എയർ ഫ്യൂവൽ മിക്സ്ചർ ആയിരിക്കത്തില്ല കയറുന്നത്, ഈ ഇൻലെറ്റ് പോർട്ട് വഴി എയർ ഫ്യൂവൽ മിക്സ്ചർ ആയിരിക്കത്തില്ല അകത്തോട്ട് കയറുന്നത്. ഫ്രഷ് ആയിട്ടുള്ള എയർ ആയിരിക്കും, എയർ ഫിൽറ്ററിൽ നിന്നുള്ള ഫ്രഷ് ആയിട്ടുള്ള എയർ ആയിരിക്കും ഇതിൻ്റെ ഈ ക്രാങ്ക് കേസിൻ്റെ അകത്തോട്ട് കയറുന്നത്.
അപ്പം ഈ രണ്ട് ഡിഫറൻസ് ഈ ഡീസൽ എഞ്ചിനാണെങ്കിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ കാർബറേറ്റർ എന്ന് പറയുന്ന ഡിവൈസ് ഡീസൽ എഞ്ചിനില്ല. പിന്നെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് വളരെ ഹൈ കംപ്രഷൻ ആയിരിക്കും ഇതിലുള്ളത്. നമ്മുടെ 4 സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻ്റെ പോലെ തന്നെ 2 സ്ട്രോക്ക് ആയിരുന്നാലും വളരെ ഹൈ കംപ്രഷൻ ആയിരിക്കും ഇതിൽ ഫോം ആവുന്നത്. കാരണം എന്നാൽ ഈ ഫ്യൂവൽ ഇഞ്ചെക്ട് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഇഗ്നേഷൻ നടക്കത്തുള്ളൂ. വളരെ ഹൈ കംപ്രഷനിൽ നിൽക്കണം, വളരെ ഹൈ ടെമ്പറേച്ചർ ഹൈ പ്രഷറിൽ നിൽക്കുന്ന എയറിലോട്ടായിരിക്കണം ഈ ഡീസലിനെ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത്. എന്നാലേ അത് സെൽഫ് ഇഗ്നേറ്റ് ആവത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈ പ്രഷറിലോട്ടായിരിക്കണം ഇതിൽ കംപ്രസ് ചെയ്യേണ്ടത്. ബാക്കി എല്ലാ വർക്കിങ്ങും ഈ 2 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ്റെ സെയിം വർക്കിംഗ് തന്നെയാണ് 2 സ്ട്രോക്ക് ഡീസൽ എഞ്ചിനും. അപ്പോൾ ഡീസൽ എഞ്ചിൻ്റെ കേസ് ആയതുകൊണ്ട് തന്നെ പൊല്യൂഷൻ പിന്നെയും കൂടുതലായിരിക്കും. 2 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിനെക്കാളും കൂടുതൽ പൊല്യൂഷൻ ആയിരിക്കും 2 സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻസിന് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് 2 സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി ഈ 2 സ്ട്രോക്കും 4 സ്ട്രോക്കും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കുറച്ച് മെയിനായിട്ടുള്ള ഡിഫറൻസസ് ഉണ്ട്. ആദ്യത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് 2 സ്ട്രോക്കിൽ 2 സ്ട്രോക്ക് നടക്കുമ്പോൾ തന്നെ അതിലൊരെണ്ണം പവർ സ്ട്രോക്ക് ആയിരിക്കും. നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ തന്നെ സത്യം പറഞ്ഞാൽ പിസ്റ്റൺ താഴോട്ട് മുകളിലോട്ട് മാത്രമേ മൂവ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ താഴോട്ട് മുകളിലോട്ട് മൂവ് ചെയ്യുമ്പോൾ തന്നെ ഒരു പവർ സ്ട്രോക്ക് പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. അപ്പോൾ 2 സ്ട്രോക്കിൽ 1 സ്ട്രോക്ക് എന്ന് പറയുന്നത് പവർ സ്ട്രോക്ക് ആയിരിക്കും. അതേസമയം 4 സ്ട്രോക്കിലാണെങ്കിൽ 4 സ്ട്രോക്ക് നടക്കുമ്പോഴായിരിക്കും അതിലൊരെണ്ണം പവർ സ്ട്രോക്ക് നടക്കുന്നത്. അപ്പം 4 സ്ട്രോക്കിൽ 1 സ്ട്രോക്ക് ആയിരിക്കും 4 സ്ട്രോക്ക് എഞ്ചിൻസിൻ്റെ പവർ സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഈ പവർ സ്ട്രോക്കാണ് ആക്ച്വലി എഞ്ചിൻ്റെ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവിടെ സത്യം പറഞ്ഞാൽ 8 സ്ട്രോക്ക് നടക്കുകയാണെങ്കിൽ, മൊത്തം 8 സ്ട്രോക്ക് നടക്കുകയാണെങ്കിൽ 4 സ്ട്രോക്ക് എഞ്ചിൻസിലാണെങ്കിൽ 8 സ്ട്രോക്ക് നടക്കുമ്പോൾ 2 പവർ സ്ട്രോക്കേ ഉണ്ടാകുന്നുള്ളൂ. അതേസമയം 2 സ്ട്രോക്ക് എഞ്ചിനാണെങ്കിൽ 8 സ്ട്രോക്ക് നടക്കുമ്പോഴേക്കും 4 പവർ സ്ട്രോക്ക് ഉണ്ടാകുന്നു. അപ്പോൾ അതായത് തിയററ്റിക്കലി പറഞ്ഞു വരുമ്പോൾ 4 സ്ട്രോക്ക് എഞ്ചിൻ്റെ ഡബിൾ പവർ നമുക്ക് 2 സ്ട്രോക്ക് എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതുകൊണ്ടാണ് 2 സ്ട്രോക്ക് എഞ്ചിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ടെന്ന് പറഞ്ഞത്. പണ്ടത്തെ വെഹിക്കിൾസിനൊക്കെ അത്രത്തോളം പവർ കൂടുതലായിരുന്നു. ഇപ്പോഴത്തെ എഞ്ചിൻസിനെക്കാളും ഇപ്പോഴത്തെ 4 സ്ട്രോക്ക് എഞ്ചിൻസിനെക്കാളും പവർ കൂടുതലായിരുന്നു പണ്ടത്തെ 2 സ്ട്രോക്ക് വണ്ടികൾക്ക്. കാരണം പവർ സ്ട്രോക്ക് 2 സ്ട്രോക്ക് കൂടുമ്പോൾ തന്നെ ഒരു പവർ സ്ട്രോക്ക് പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. അപ്പോൾ അത് വലിയൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു. 2 സ്ട്രോക്ക് എഞ്ചിൻസിൻ്റെ വലിയൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു ഈ പവർ കൂടുതലുണ്ട് എന്നത്. അപ്പം ടെക്നിക്കലി അല്ലെങ്കിൽ തിയററ്റിക്കലി 4 സ്ട്രോക്ക് എഞ്ചിൻ്റെ ഡബിൾ പവർ വേണമെങ്കിൽ 2 സ്ട്രോക്ക് എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറയാം. അത് തിയററ്റിക്കലി മാത്രമാണ്. പ്രാക്ടിക്കലി ഡബിൾ പവറൊന്നും പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. പക്ഷേ എന്നാലും ഒരു മേ ബി ഒരു 30-40% കൂടുതൽ പവർ 2 സ്ട്രോക്ക് എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 സ്ട്രോക്ക് എഞ്ചിന് കൂടുതൽ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ 4 സ്ട്രോക്ക് എഞ്ചിൻസിൻ്റെ പവർ കമ്പാരിറ്റീവ്ലി ലെസ് ആയിരിക്കും. 2 സ്ട്രോക്ക് എഞ്ചിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പവർ കുറവായിരിക്കും 4 സ്ട്രോക്ക് എഞ്ചിൻസിൽ. പിന്നെ ഉള്ളത് ഈ 2 സ്ട്രോക്ക് എഞ്ചിൻസിൽ വാൾവ്സ് ഒന്നുമില്ല, പകരം പോർട്ടാണുള്ളത്. അതേസമയം 4 സ്ട്രോക്ക് എഞ്ചിൻസിലാണ് വാൾവ് എന്ന് പറയുന്നത്. ഇൻലെറ്റ് വാൾവ്, ഔട്ട്ലെറ്റ് വാൾവ് എന്ന സംഭവമെല്ലാം 4 സ്ട്രോക്ക് എഞ്ചിൻസിലാണ് വാൾവ് ഉള്ളത്. പക്ഷേ 2 സ്ട്രോക്ക് എഞ്ചിൻസിൽ ട്രാൻസ്ഫർ പോർട്ട് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ആ സംഭവം 4 സ്ട്രോക്ക് എഞ്ചിൻസിലില്ല. പിന്നെ 2 സ്ട്രോക്ക് എഞ്ചിൻ്റെ വെയിറ്റ് കുറവായിരിക്കും. 4 സ്ട്രോക്ക് എഞ്ചിനാണെങ്കിൽ വെയിറ്റ് കൂടുതലായിരിക്കും. ഇതിൻ്റെ റീസൺ എന്തെന്ന് പറഞ്ഞാൽ ഈ വാൾവൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ക്യാം മെക്കാനിസം, അതിൻ്റെ കുറച്ച് കമ്പോണൻസും സ്പ്രിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം എഞ്ചിൻ്റെ കൂട്ടത്തിലുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം ഈ ക്യാം മെക്കാനിസം കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചാണ് കറക്റ്റ് ടൈമിങ്ങിൽ ഈ വാൾവൊക്കെ ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനുള്ള എക്യുപ്മെൻറ്റ്സ് കാരണം ആ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് ഈ 4 സ്ട്രോക്ക് എഞ്ചിൻസിൻ്റെ വെയിറ്റ് കൂടുതലായിരിക്കും. പക്ഷേ അങ്ങനത്തെ ക്യാം മെക്കാനിസം കാര്യങ്ങളൊന്നും ഈ 2 സ്ട്രോക്ക് എഞ്ചിൻസിലില്ല. കാരണം പോർട്ടാണ്, അത് പിസ്റ്റൺ ഉപയോഗിച്ചാണ് ഓപ്പൺ ആവുകയും ക്ലോസ് ആവുകയും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അഡീഷണൽ ആയിട്ടുള്ള കമ്പൗണ്ട്സ് ഒന്നും അതിൽ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എഞ്ചിൻ്റെ വെയിറ്റ് സാധാരണ കുറവായിരിക്കും 2 സ്ട്രോക്ക് എഞ്ചിനാണെങ്കിൽ. പിന്നെ അതുകൊണ്ട് തന്നെ ഈ ക്യാം മെക്കാനിസവും ബാക്കി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൂടുതൽ കമ്പോണൻസ് ഉണ്ട്. കൂടുതൽ കമ്പോണൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ മെയിൻ്റനൻസും കൂടുതലായിരിക്കും. 4 സ്ട്രോക്ക് എഞ്ചിൻസിന് സാധാരണ മെയിൻ്റനൻസ് കൂടുതലായിരിക്കും. പക്ഷേ അത്രത്തോളം മെയിൻ്റനൻസ് 2 സ്ട്രോക്ക് എഞ്ചിൻസിൽ വരുന്നില്ല. പക്ഷേ മൈലേജിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ 4 സ്ട്രോക്ക് എഞ്ചിൻസിലാണ് കൂടുതൽ. കാരണം 2 സ്ട്രോക്ക് എഞ്ചിൻസിലാണെങ്കിൽ ഒരുപാട് ലോസ് വരുന്നുണ്ട്. ഈ എയർ ഫ്യൂൽ മിക്സ്ചർ ഒക്കെ പുറത്തോട്ട് പോകുന്നുണ്ട്. നമ്മുടെ ഇവിടെ ഈ പിസ്റ്റൺ താഴോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് എക്സോസ്റ്റ് പോർട്ട് ഓപ്പൺ ആവുന്ന സമയത്ത് ഈ ട്രാൻസ്ഫർ പോർട്ട് വഴിയുള്ള എയർ ഫ്യൂൽ മിക്സ്ചർ, ബേൺ ചെയ്യാത്ത എയർ ഫ്യൂൽ മിക്സ്ചറൊക്കെ പുറത്തോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡീസൽ എഞ്ചിൻസിൽ മൈലേജ് കുറവായിരിക്കും, അതുപോലെ തന്നെ എഫിഷ്യൻസിയും കുറവായിരിക്കും. പക്ഷേ പൊല്യൂഷൻ വളരെ കൂടുതലായിരിക്കും. അതേസമയം 4 സ്ട്രോക്ക് എഞ്ചിനാണെങ്കിൽ മൈലേജ് കൂടുതലായിരിക്കും, എഫിഷ്യൻസിയും കൂടുതലായിരിക്കും, പക്ഷേ പൊല്യൂഷൻ കുറവായിരിക്കും. അപ്പോൾ ഇത്രയാണ് 2 സ്ട്രോക്ക് എഞ്ചിനും 4 സ്ട്രോക്ക് എഞ്ചിൻസിനും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണുള്ളത്. ബാക്കി അടുത്ത വീഡിയോയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാം.